നമസ്കാരം. മുൻവർഷ ചോദ്യപേപ്പറുകളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 14. ഉത്പാദന പ്രക്രിയയിൽ പങ്കെടുക്കുന്ന അധ്വാനശേഷിയുള്ള ജനങ്ങളാണ് മാനവ വിഭവം. മാനവ വിഭവത്തെ മനുഷ്യമൂല്യമാക്കി മാറ്റുന്നതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് വിദ്യാഭ്യാസം, ആരോഗ്യം, കുടിയേറ്റം, തൊഴിൽ പരിശീലനം. ആൻസർ ഓപ്ഷൻ ഡി, എല്ലാം ശരിയാണ്. ചേരുംപടി ചേർത്തെഴുതുക. ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. വിദേശ വ്യാപാരം വർദ്ധിപ്പിക്കുക. ബിസിനസ് രംഗത്ത് ഗവൺമെൻറ് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പരമാവധി കുറയ്ക്കുക. ഗവൺമെൻറ് ഉടമസ്ഥതയിലുള്ള കമ്പനികൾ സ്വകാര്യ മേഖലയ്ക്ക് വിറ്റഴിക്കുക. ആൻസർ ഉദാരവൽക്കരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ബിസിനസ് രംഗത്ത് ഗവൺമെൻറ് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പരമാവധി കുറയ്ക്കുക. സ്വകാര്യവൽക്കരണം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഉടമസ്ഥതയിലുള്ള കമ്പനികൾ സ്വകാര്യ മേഖലയ്ക്ക് വിറ്റഴിക്കുക. ആഗോളവൽക്കരണം വിദേശ വ്യാപാരം വർദ്ധിപ്പിക്കുക. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർക്കുക. പ്രകടമായ തൊഴിലില്ലായ്മ, ഘടനാപരമായ തൊഴിലില്ലായ്മ, കാലികമായ തൊഴിലില്ലായ്മ, പ്രച്ഛന്ന തൊഴിലില്ലായ്മ. ഓപ്ഷൻ എ, പ്രകടമായ തൊഴിലില്ലായ്മ എന്ന് പറയുമ്പോൾ തൊഴിൽ ചെയ്യാൻ സന്നദ്ധരായിട്ടും തൊഴിൽ ലഭിക്കാത്ത അവസ്ഥ. ഘടനാപരമായ തൊഴിലില്ലായ്മ എന്ന് പറയുമ്പോൾ സാങ്കേതിക വിദ്യയുടെ പ്രയോഗം മൂലം തൊഴിൽ നഷ്ടമാകുന്ന അവസ്ഥ. കാലികമായ തൊഴിലില്ലായ്മ എന്ന് പറഞ്ഞാൽ പ്രത്യേക കാലത്ത് മാത്രം തൊഴിൽ ലഭിക്കുകയും മറ്റ് സമയം തൊഴിലില്ലാതാവുകയും ചെയ്യുക. പ്രച്ഛന്ന തൊഴിലില്ലായ്മ എന്ന് പറഞ്ഞാൽ വേണ്ടതിലധികം ആളുകൾ ഒരു തൊഴിലിൽ ഏർപ്പെടുന്നത് മൂലം തൊഴിലില്ലാതാവുന്നു. അപ്പം ആൻസർ ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അതും ചേരുംപടി ചേർക്കാനുള്ളതാണ്. 1-ാം പഞ്ചവത്സര പദ്ധതി, 2-ാം പഞ്ചവത്സര പദ്ധതി, 3-ാം പഞ്ചവത്സര പദ്ധതി, 9-ാം പഞ്ചവത്സര പദ്ധതി, 11-ാം പഞ്ചവത്സര പദ്ധതി. 1-ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് കൃഷിക്ക് പ്രാധാന്യം. 2-ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് PC മഹലനോബിസ് ആണ്. 3-ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് ഗാഡ്ഗിൽ യോജന. 9-ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് സാമൂഹ്യ നീതിയിലും സമത്വത്തിലും അധിഷ്ഠിതമായ വളർച്ച. 11-ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് ഇൻക്ലൂസീവ് ഗ്രോത്ത്. ആൻസർ ഓപ്ഷൻ എ. ഒരു ബജറ്റിലെ മൊത്തം ചെലവിൽ നിന്ന് മൊത്തം വരവ് കുറച്ചാൽ കിട്ടുന്നതാണ് ബജറ്റ് കമ്മി. അതേസമയം കടം വാങ്ങൽ ഒഴികെയുള്ള മൊത്തം വരവ് മൊത്തം ചിലവിൽ നിന്ന് കുറച്ചാൽ കിട്ടുന്നതാണ് ധനകമ്മി. ഇന്ത്യയുടെ യൂണിയൻ ബജറ്റ് 2024-25 പ്രകാരം GDPയുടെ എത്ര ശതമാനമാണ് ധനകമ്മി? ആൻസർ ഓപ്ഷൻ ബി, 5.1%. അടുത്ത ക്വസ്റ്റ്യൻ, യൂണിയൻ ബജറ്റ് 2024-25 പ്രകാരം പ്രഖ്യാപിക്കപ്പെട്ട റെയിൽവേ കോറിഡോറുകളിൽ ഉൾപ്പെടാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പഞ്ചായത്ത് രാജ് സമ്പ്രദായത്തിലെ ത്രിതല പഞ്ചായത്തിന് പകരം ദ്വിതല പഞ്ചായത്ത് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, അശോക് മേത്ത കമ്മിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആമുഖ ഭരണഘടനയുടെ താക്കോലാണെന്ന് പറഞ്ഞതാര്? ഇതിൽ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. ANS പാർക്കറാണ് അങ്ങനെ പറഞ്ഞത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അംഗങ്ങളുടെ കൂറുമാറ്റം നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി ഏത്? ആൻസർ ഓപ്ഷൻ ഡി, 52-ാം ഭേദഗതി. നെക്സ്റ്റ്, കൺകറന്റ് സബ്ജക്റ്റിൽ ഉൾപ്പെട്ട വിഷയം ഏത്? ആൻസർ ഓപ്ഷൻ ബി, വിദ്യാഭ്യാസം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ എ, അയിത്ത നിർമാർജനം. ക്വസ്റ്റ്യൻ നമ്പർ 25. 2024 ജൂലൈ 1 നിലവിൽ വന്ന ഭാരതീയ ന്യായ സംഹിത പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് എത്രാമത്തെ ബിൽ ആയിരുന്നു? ആൻസർ ഓപ്ഷൻ സി, ബിൽ നമ്പർ 173/2023. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ സാംസ്കാരിക മന്ത്രാലയം ലോക പൈതൃക സമിതി യോഗത്തിന് സമർപ്പിച്ച പ്രോജക്റ്റായ PARIയുടെ പൂർണ്ണരൂപം എന്ത്? പബ്ലിക് ആർട്ട് ഓഫ് ഇന്ത്യ. ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സംസ്ഥാന നിയമസഭകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ ബി, 1ഉം 2ഉം ശരിയാണ്. ചില സംസ്ഥാന നിയമസഭകൾക്ക് 2 സഭകളുണ്ട്. അപ്പർ ഹൗസ് എന്നറിയപ്പെടുന്നത് ലെജിസ്ലേറ്റീവ് കൗൺസിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോക് അദാലത്തുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? എല്ലാം ശരിയാണ്. 1ഉം 2ഉം 3ഉം ശരിയാണ്.
കല്ലേൽ പുക്കുടനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? അതും ആൻസർ 1 and 2 ആണ് ശരി. പ്രസിദ്ധനായ സാമൂഹ്യ പരിഷ്കർത്താവാണ്, പ്രസിദ്ധനായ പരിസ്ഥിതി സംരക്ഷകനാണ്. ക്വസ്റ്റ്യൻ നമ്പർ 30. തണ്ണീർമുക്കം ബണ്ടുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? വേമ്പനാട്ട് കായലിന് കുറുകെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. തണ്ണീർമുക്കം ബണ്ട് ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് തെറ്റാണ്. ഇതിനെ രാജ്യത്തെ ഏറ്റവും വലിയ മൺ റെഗുലേറ്ററായി കണക്കാക്കപ്പെടുന്നു. ആൻസർ 1, 3 ആണ് ശരി. ഓപ്ഷൻ ഡി. വിവിധ കമ്മീഷനുകളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ആൻസർ 1, 3 ആണ് ശരി. കേരള പിന്നോക്ക കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് ജി ശശിധരനാണ്. കേരള വുമൻ കമ്മീഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി സതീദേവിയാണ്. അത് രണ്ടുമാണ് ശരിയായിട്ടുള്ള ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരള ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? കേരള ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ ശരിയാണ്. കേരള ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ അത് ശരിയാണ്. കേരള ചീഫ് സെക്രട്ടറി വി വേണു അദ്ദേഹം ആയിരുന്നു, ഇപ്പോൾ അദ്ദേഹം മാറിയിട്ടുണ്ട്, ശാരദാ മുരളീധരനാണ്. അപ്പോൾ ആൻസർ 1 and 3 ആണ് ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഹേമ കമ്മിറ്റിയെ നിയമിച്ചത് കേരള ഗവൺമെൻറ്റാണ് ശരിയാണ്. ഹേമ കമ്മിറ്റിയിൽ 3 അംഗങ്ങളാണുള്ളത് ശരിയാണ്. വിരമിച്ച IAS ഉദ്യോഗസ്ഥ KB വത്സലകുമാരി ഒരംഗമാണ്. ആൻസർ 3 ശരിയാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തത് ഏതാണ്? മലേറിയ. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പ്രദേശം ആമസോൺ മഴക്കാടുകൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മന്ദരോഗം ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് വ്യാപിപ്പിക്കുന്ന ജീവി ഏത്? ക്യൂലെക്സ് കൊതുകാണ് മന്ത് വ്യാപിപ്പിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അനാഥരോ മാതാപിതാക്കളുടെ അനാരോഗ്യത്തിൽ സംരക്ഷിക്കാൻ ആളില്ലാതിരിക്കുകയോ ചെയ്യുന്ന കുട്ടികൾക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവം. ഓപ്ഷൻ ഡി സ്നേഹപൂർവം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മനുഷ്യ ശരീരത്തിൽ സൂര്യപ്രകാശമേൽക്കുമ്പോൾ നിർമ്മിക്കപ്പെടുന്ന ജീവകം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ജീവകം ഡി. വൈറ്റമിൻ ഡി ആണ് സൺലൈറ്റിൽ നിന്ന് ഉണ്ടാകുമ്പോൾ നിർമ്മിക്കപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹെപ്പറ്റൈറ്റിസ് അസുഖം ബാധിക്കുന്ന അവയവം ഏതാണ്? ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്നത് കരളിനെയാണ്. ഓപ്ഷൻ ഡി. ആൻറ്റിഡയോട്ടിക് ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ ഏതാണ്? ADH എന്നറിയപ്പെടുന്നത് വാസോപ്രസിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കണ്ണിലെ ലെൻസ് അതാര്യമാക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന അസുഖമാണ് തിമിരം. നെക്സ്റ്റ്. തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? ഘർഷണം ഊർജ്ജനഷ്ടം ഉണ്ടാക്കുന്നില്ല, അതാണ് തെറ്റായ പ്രസ്താവന. നിരങ്ങൽ ഘർഷണം ഉരുളൽ ഘർഷണത്തേക്കാൾ കൂടുതലാണ് ശരിയാണ്. ഘർഷണം കുറയ്ക്കാൻ ലൂബ്രിക്കൻറ്റുകൾ സഹായിക്കുന്നു, അതും ശരിയാണ്. ഘർഷണം ചലനത്തെ എതിർക്കുന്നു, അതും ശരിയാണ്. അപ്പോൾ തെറ്റായിട്ടുള്ളത് 1 മാത്രമേ ഉള്ളൂ, ഓപ്ഷൻ എ. ഒരു വസ്തുവിൻ്റെ ഊഷ്മാവ് ഡിഗ്രി സെൽഷ്യസിൽ TC എന്നും കെൽവിൻ സ്കെയിലിൽ TK എന്നും ഫാരൻഹീറ്റിൽ TF എന്നും രേഖപ്പെടുത്തിയാൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ 1ഉം 2ഉം ആണ് ശരി. ഓപ്ഷൻ സി, അതായത് 1ഉം 2ഉം സ്റ്റേറ്റ്മെൻറ്റുകളാണ് കറക്റ്റ് ആയിട്ടുള്ളത്. അടുത്തത്. താഴെ പറയുന്നവയിൽ വികർഷണം ഇല്ലാത്ത ബലം ഏതാണ്? വികർഷണം ഇല്ലാത്ത ബലം ഭൂഗുരുത്വാകർഷണ ബലമാണ്. താഴെ പറയുന്നവയിൽ ISROയുടെ കേന്ദ്രം അല്ലാത്തത് NPL ആണ്.